മറൈൻ എന്ന് പറഞ്ഞാൽ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. നമ്മൾ ഈ പറഞ്ഞ ലാമിനേറ്റഡും അതെ. ഇത് പലപ്പോഴും ഇത് പ്രോപ്പർ ആയിട്ടുള്ള കാറ്റലോഗ് അല്ല. നമ്മളിത് സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് റോങ് ആണെന്ന് അറിയാം. കുറേ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇല്ല വേറെ ആരും വേറൊരു ബ്രാൻഡ് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഇതാണ് വേണം. അതുകൊണ്ട് നമുക്കിന്ന് അങ്ങനെ ഒരു വെറൈറ്റി സാധനം പിടിക്കാം. അപ്പോൾ അടുത്ത ഇൻട്രസ്റ്റിംഗ് സാധനം ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട കണ്ടത് പുതിയ അപ്ഡേറ്റ്. ഇൻറ്റീരിയർ ബോർഡുകളിൽ വന്ന പുതിയ അപ്ഡേറ്റ് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അപ്ഡേറ്റുകൾ മാത്രം എടുത്താൽ അതിന് മാത്രമായിട്ടൊരു 10,000 കണ്ടന്റ് കിട്ടും. അതെ. പക്ഷെ നമ്മൾ പറയാത്തന്നെന്നറിയോ, ഇതിൽ പകുതിയിൽ താഴെ ഇവിടെ ഇറങ്ങത്തില്ല. പകുതിയിൽ അധികവും പകുതിയിലധികം ഇവിടെ ഇറങ്ങാത്ത ബോർഡുകൾ. അത് ചില ബോർഡുകൾ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നിർത്തലാക്കുന്നതുകൊണ്ട് പിന്നീട് അതിൻ്റെ സർവീസ് ഇഷ്യൂസ് കാര്യങ്ങൾ ഒരുപാട് വരും. അതെ. അതുകൊണ്ട് നമുക്കിന്ന് അങ്ങനെ ഒരു വെറൈറ്റി സാധനം പിടിക്കാം. അതായത് എല്ലാവർക്കും കേട്ട് കേൾവിയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. എന്നാൽ നമ്മൾ മറീനോ. അതെ, മറീനോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് ലാമിനേറ്റ്സ് ആണ്. അതായത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലാമിനേറ്റ് കമ്പനികളിൽ ഒന്നാണ് ശരിക്കും പറയാം. എനിക്ക് വേണമെങ്കിൽ നമ്പർ 1 എന്ന് തന്നെ പറയാം. അത്രത്തോളം മാർക്കറ്റ് പെനട്രേറ്റ് ചെയ്ത് ഏതാണ്ട് 2000 ചില്ലുവാനും ഡിസൈൻസ്, 2000 ചില്ലുവാനും എന്താ പറയുക ഫിനിഷസ് കൊടുക്കുന്ന 2000 ഡിസൈൻസ് ഫിനിഷസ്. അതിൽ തന്നെ ഓരോ ഡിസൈൻസിനകത്ത് മാറ്റും, ഗ്ലോസി പിന്നെ 12ലധികം ഫിനിഷസ്. അതാണ് അവരുടെ പ്രത്യേകത. 12ലധികം ഫിനിഷസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മറീനോ. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ആദ്യമായിട്ട് ഇൻറ്റീരിയറിലോട്ടായിട്ടൊരു ബോർഡ് ഇറക്കിയിരിക്കുകയാണ്. അതെ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ആണ് ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈ. ഞാൻ പറയുമെന്ന് പേടിച്ച് അണ്ണൻ ആദ്യം കയറി പറഞ്ഞു. അല്ല, ഇത് നമുക്ക് രണ്ടുപേർക്ക് കൃത്യമായിട്ട് ഇയാൾക്കാണ് ഇത് എവിടെ പ്ലേസ് ചെയ്യണോ എന്നുള്ളത് കൺഫ്യൂഷൻ കേട്ടോ. ജോസ് ഇങ്ങനെയല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതെ, മൊത്തത്തിൽ ഇച്ചിരി ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. എന്താ സാറ് പറ, ബോർഡിനെ കുറിച്ച് സംസാരിക്കും. ശരിക്കും മെറിനോ ലാമിനേറ്റ്സ് തന്നെയാണ് പൊതുവെ കമ്പനി. നമുക്ക് ആദ്യം ഒന്ന് ലാമിനേറ്റ്സിനെ കുറിച്ചിട്ടൊന്ന് പറയാം. നമ്മൾ ഇന്ത്യയിലുള്ള കുറേ ക്ലയൻസ് ഇപ്പോൾ സംസാരിക്കുമ്പോഴേ അവരെല്ലാം കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ മറീനോ ലാമിനേറ്റ്സ് ആണ്. ലാമിനേറ്റ്സ് വരുമ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ മറീനോ വേണം ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ 0.8 അല്ലേ കൂടുതൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ഇന്റീരിയറിൽ ചെയ്യുന്നത് മറീനോയുടെ നമ്മുടെ കൊട്ടേഷനിലൊക്കെ മറീനോ ലാമിനേറ്റ് ആണ്. 0.8 ലൈനർ ആയിട്ട് 0.8ഉം 0.7ഉം. അതായത് നേരത്തെ റെഗുലർലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന 0.8 ആയിരുന്നു. അകത്ത് 0.6 0.7. ഇന്നത് മാറിയിട്ട് ലൈനറിലോട്ട് മാത്രം 0.8ഉം വെളിയിലോട്ട് വരുമ്പോൾ 1ഉമാണ് ഇപ്പോൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതിന് പ്രകാരം ലാമിനേറ്റ് തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഒന്ന് മൈക്ക ലാമിനേറ്റ്, അതായത് 5 ലെയറായിട്ട് വരുന്ന മൈക്ക ലാമിനേറ്റ്. ബേസ് മെറ്റീരിയലായിട്ട് ചിരട്ട ബേസ് മെറ്റീരിയലായിട്ട് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ബേസ് മെറ്റീരിയലായിട്ട് വരുന്ന മൈക്ക ലാമിനേറ്റ്. രണ്ടാമത്തത് പേപ്പർ ലാമിനേറ്റ്. പേപ്പർ ലാമിനേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, സിംഗിൾ ലെയറാണ്. അതെ, ഒരു പേപ്പർ തിക്നെസ്സിലാണ് ആ ലാമിനേറ്റ് വരിക. ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആണോ? അത് ഓഫ് കോഴ്സ് അതങ്ങനെ ആയിരിക്കുമല്ലോ. കാര്യം 5 ലെയർ വരുമ്പോഴത്തേക്കും നമ്മളത് പൊളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടും മറ്റത് പൊളിക്കാനുള്ള ബുദ്ധിമുട്ടും തമ്മിൽ ഒരു അജഗജാന്തരം തന്നെയുണ്ട്. പെട്ടെന്ന് അടർന്നു പോരുന്ന, അല്ലെന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അടർന്നു പോരുന്നല്ല, നമുക്ക് എളുപ്പത്തിൽ നമുക്കത് പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരൊറ്റ ഡൗട്ട് കൂടെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ സിംഗിൾ ലെയർ പേപ്പർ ലാമിനേറ്റ്സിലേക്ക് വരുന്ന സമയത്ത് എഡ്ജ് ബാൻഡും സെയിം സാർ. കാര്യം അല്ലെങ്കിൽ തിക്നെസ്സിൽ വേരിയേഷൻ വരും. കാര്യം എഡ്ജ് ബാൻഡ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒറ്റ പ്രോഡക്റ്റ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ നോർമലി വരുന്ന PVC എഡ്ജ് ബാൻഡ് യൂസ് ചെയ്യുന്നത് അന്നും ആദ്യം അത് തന്നെയാണ്. പക്ഷേ ഇന്ന് എഡ്ജ് ബാൻഡിൽ ഒരുപാട് കളർ വേരിയേഷൻ വന്നപ്പോഴത്തേക്കും ലാമിനേറ്റിലോട്ട് വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് വേരിയേഷൻ വന്നത് ഫിനിഷസിൽ മാത്രമാണ്. ആദ്യം നിങ്ങൾ പറഞ്ഞ ഗ്ലോസി, മാറ്റ്, സ്യൂഡ് ഫിനിഷ്. ഇപ്പോൾ വ്യത്യാസം വന്ന് ഈ മാറ്റിൽ തന്നെ നമ്മുടെ നോൺ ഫിംഗർ ഫിനിഷസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതെ, മാറ്റിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് അതായിരുന്നു. പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിരൽപ്പാട് കാണും. ഇന്ന് അത് വ്യത്യാസപ്പെടുത്തി ഒരുപാട് പിന്നെ സ്റ്റോൺ ഫിനിഷസ് കൊണ്ടുവന്നു. അത് നമ്മൾ ടൈലിൽ വന്ന ടെക്സ്റ്റേഴ്സ്, ധാരാളം ടെക്സ്റ്റേഴ്സ് അതിനകത്ത് മാത്രം വന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിലൊരു എന്താ പറയുക, ഒരു ബ്രാൻഡ് സൃഷ്ടിച്ച ഒന്നാണ് മെറിനോ. ഇപ്പോൾ റോയൽ ടച്ച് നമ്മുടെ അവരെല്ലാത്തിലും ഉണ്ട്, ടൈൽ ഉൾപ്പെടെയുള്ള റോയൽ ടച്ച്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മൈക്ക എന്ന് പറയുന്നത് ഒരുപക്ഷെ റോയൽ ടച്ച് ആയിരിക്കും. പിന്നെ ഗ്രീനൊക്കെ പിന്നെ എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും മെറിനോ അവരുടെ ഒരു വൻ മൊണോപ്പോളി സൃഷ്ടിച്ചെടുത്ത ഒരു മേഖലയാണ് ശരിക്കും ലാമിനേറ്റിൽ. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ
ഒരു ബ്രാൻഡ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് ചെയ്യപ്പെടാനായിട്ടൊരു മെറീനോട് അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇല്ല വേറെ ആരും വേറൊരു ബ്രാൻഡ് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഇതാണ് വേണം. അതെ, മെറീനോട് അത്രയും ക്വാളിറ്റി ഉണ്ടോന്നാ പലരും അതിനകത്ത് ചില പ്രമുഖ ബ്രാൻഡുകളുണ്ട്. ചിലപ്പോഴും നമുക്ക് കളർ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും, അത് മെറീനോയിൽ കിട്ടാതെ വരുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് കളർ ഫെയ്ഡിങ് ഒരു വിഷയമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് അത്ര കളർ ഫെയ്ഡിങ് ചാൻസ് ഉണ്ടോ? എന്നാലും നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളം വീഴുന്ന സാഹചര്യം വരുന്നത്. ഓക്കെ, കൂടുതൽ ലൈറ്റ് വരുന്ന സ്ഥലങ്ങളല്ലേ കളർ ഫെയ്ഡിങ് ചാൻസ് ഉള്ളത്. സൺലൈറ്റ് ഔട്ട് സൈഡ് ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ, ഇല്ലാതെ ഔട്ട് സൈഡ് ലാമിനേറ്റുകൾ അല്ല. നോർമലി ഇത്തരം സാധനങ്ങൾ സൺലൈറ്റിൽ മാത്രമല്ല, അല്ലാണ്ട് കാലക്രമേണ കളർ ഫെയ്ഡ് വരാനുള്ള സാധ്യത ഉണ്ട്. അതെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് തിങ് ലാമിനേറ്റ്. അവിടെ മെറിനോ എനിക്ക് തോന്നുന്നു അവരൊരു പക്ഷേ എപ്പോഴും നമ്മുടെ ലാമിനേറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലൊരു ബേസ് മെറ്റീരിയൽ പ്ലൈവുഡ്, അതുപോലെ MDF HDF അതുപോലുള്ള ബോർഡുകളാണ്. അങ്ങനെ അവർ ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾ ബോർഡ് മെറ്റീരിയലാണ് അവർ കൊണ്ടുവന്ന ഫസ്റ്റത്തെ അവരുടെ ഫാബ് വുഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നല്ല കുറച്ചായി ഇറങ്ങിയിട്ട്, നമ്മൾ പറയാൻ വെച്ചാൽ ലേറ്റ് ആയിരുന്നുള്ളൂ. പക്ഷേ റീസെൻ്റ്ലി അതങ്ങനെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫാബ് വുഡ്. അതിലവർ ബേസിക്കായിട്ട് ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഈ പറഞ്ഞ പോലെ ചിപ്പ് ബോർഡ് തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് തന്നെയാണ്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പാർട്ടിക്കിൾ ബോർഡ് നോർമലി പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, ചറവറയിടും, എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഫിനൈൽ ഫോമാൽഡിഹൈഡ് ആഡ് ചെയ്യും. ഫിനൈൽ ഫോമാൽഡ് ആഡ് ചെയ്തിട്ട് പ്രസ്സിങ് മെഷീനിലിട്ട് പ്രസ് ചെയ്തെടുക്കല നോർമലി ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്തൊരു കാര്യമുണ്ട്, നമ്മുടെ വെർട്ടിക്കൽ പ്രസ്സും ഹൊറിസോണ്ടൽ പ്രസ്സും, അതായത് പ്ലൈവുഡിൽ നമ്മൾ ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്രസ് ഉണ്ടല്ലോ, ഈ ഹൊറിസോണ്ടൽ പ്രസ് കൃത്യമായിട്ട്, അതായത് എടുത്ത് ചിപ്പ് ബോർഡുകൾ കൃത്യമായിട്ട് എടുത്ത് വെച്ച് പിൻ ചെയ്ത് ഇവർ പ്രസ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ല, ക്വാളിറ്റിയായി. ഇപ്പോൾ നോർമലി ഒരെണ്ണയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഗ്യാപ്പുകൾ നമുക്ക് മെഷേർഡ് അല്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും മെഷേർഡ് അല്ല. കാര്യം എന്താണ്, ഒരു ഇത് ലെവലും ഇല്ലാതെ ഒന്ന് അതിൻ്റെ മുകളിലിട്ട് അതിനെ ഞെക്കിയെടുക്കുക, അതിനകത്ത് നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടോ? ഇല്ല. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, അവരാ ഇട്ടതിന് പിൻ ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ ലെയർ ക്രമീകരിച്ചതിന് ശേഷം ഇടുമ്പോഴത്തേക്ക് എന്തായി, ലെയർ ഗ്യാപ്പിനെ, കോർ ഗ്യാപ്പിനെ കുറിച്ച് അവർ കൃത്യമായി ബോധവാന്മാർ, എത്രമാത്രം ലെയർ ഗ്യാപ്പ് വരാം എന്നതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് ഇതായിരുന്നു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റിയിൽ അത് ശരിക്കും പ്രതിഫലിക്കും, ഡെൻസിറ്റി മെറ്റീരിയലിൽ പ്രതിഫലിക്കും. അതിൽ ഫാബുഡിൽ തന്നെ അവരിറക്കിയ രണ്ടാമത്തെ പ്രൊഡക്റ്റ്, ഇപ്പോൾ നോർമലി അതിനകത്ത് ഉള്ള ഗുണദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റാണ് 65 രൂപയുള്ളൂ സ്ക്വയർ ഫീറ്റ്. ടൈം ലാഭം. ലാമിനേറ്റഡ് ഷീറ്റാണോ അതോ നോർമൽ റോ ഫിനിഷ് ഷീറ്റിന് 65 കേട്ടോ, സോറി 75 രൂപ. അപ്പോൾ 75 രൂപയ്ക്ക് MDF പോലും കിട്ടുകയെന്ന് കരുതിക്കോളെ. MDFൻ്റെ ഒക്കെ റേറ്റ് കൂടി 75 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടത്തില്ല. ഈ MDFൻ്റെ ക്വാളിറ്റിയിൽ അവർ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അതിൻ്റെ വ്യത്യസ്തമാവുന്നത് അത് മെറീനോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രത്യേകത ഇത് തന്നെയാണ്, സ്ക്വയർ ഫീറ്റാണ് റേറ്റ്, ഇൻറ്റു 32 എന്താ പറയുക 8x4 സൈസിലാണ് ഷീറ്റ് വരിക. അവരിറക്കിയ സൈസ് 17 mm ആണ്. 17 mm ആണ് റോ ഫിനിഷ് കിട്ടുന്നത്. കാര്യം ബോർഡ് ഉപയോഗിക്കുന്ന ഈ പറയുന്ന കർക്കേസ് ഇതിനൊക്കെ ആയതുകൊണ്ടാണ് അവരത് കൊണ്ടുവരാനായിട്ടുള്ള കാര്യം. കൂടുതൽ ഏതൊക്കെ ഏരിയ അഡ്വൈസബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അത് കൂടുതൽ കബോർഡ്സ്, അതായത് വെറ്റ് ഏരിയാസ് ഒഴികെ ബാക്കിയെല്ലായിടത്ത് നമുക്ക് യൂസ് ചെയ്യാം. കിച്ചൻ്റെ ബോട്ടത്തിൽ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ എല്ലാത്തിലും പറഞ്ഞ പോലെ ഇതും അതിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്താ പറയുക, അതിൽ ഉള്ളത് ഉണ്ടല്ലോ, അതിനായിട്ടാണ് അവർ രണ്ടാമത് കൊണ്ടുവന്ന പ്രോഡക്റ്റാണ് ഇതിൻ്റെ ലാമിനേറ്റഡ് ബോർഡ് കൊണ്ടുവന്നത്. അത് പ്രധാനമായിട്ടും പേപ്പർ ലാമിനേറ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നോർമലി മൈക്ക ലാമിനേറ്റ് അല്ല. അപ്പോൾ റോ ഫിനിഷ് നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് റോ ഫിനിഷ് എടുത്തതിൽ മൈക്ക യൂസ് ചെയ്യാം. അതെ, മെറിനോടെ മൈക്ക എനിക്ക് തോന്നുന്നു ഏതാണ്ട് ക്വാളിറ്റി മൈക്ക 1800 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ലൈനറൊക്കെയാണ് 900 രൂപയ്ക്കൊക്കെ ലൈനർ കിട്ടും. അതിൻ്റെ പകുതി പൈസയ്ക്ക് ബാക്കിയുള്ള കമ്പനി കിട്ടും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ആ ക്വാളിറ്റി വേരിയേഷൻ പറഞ്ഞൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെയാണ് രണ്ടാമതൊരു കൊണ്ടുവന്ന ലാമിനേറ്റഡ് ബോർഡ് വന്ന് ആ പ്രോഡക്റ്റ് അവർ സെല്ല് ചെയ്തത്. അതിലോട്ട് വരുമ്പോഴത്തേക്ക് ലാമിനേറ്റഡ് ആണ് ഇഷ്ടം പോലെ, ചാറ നിങ്ങൾ എത്രയാണ് കണ്ടിട്ടുണ്ടോ? ഏറെക്കുറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ വർഷവും നമുക്ക് ഇവരുടെ ബുക്സ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെയോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു സാധനം പറയട്ടെ. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നൊരു സംഗതിയുണ്ട്. ഈ പറയുന്ന കണക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിക്കും, ലാമിനേറ്റ്സ് കാണിക്കും, ഇതിൻ്റെ ഒരു കോഡ് കാണിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കുറേ ട്രെൻഡിങ് കളർ കോഡ് എന്ന് പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടിട്ട് ഈ സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോക തോൽവിയായിരിക്കും. ഇത് പലപ്പോഴും ഇത് പ്രോപ്പറായിട്ടുള്ള കാറ്റലോഗ് അല്ല. നമ്മളിത് സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് റോങ് ആണെന്ന് അറിയാം. കുറേ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. രണ്ടാമത്
നിങ്ങൾ മൊബൈൽ ഫോണിൽ കണ്ടിട്ട് ലാമിനേറ്റ്സോ പെയിൻറ്റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ടൊരു പുലബന്ധം പോലും ഇതിനകത്ത് ഉണ്ടാവില്ല. നേരിട്ട് കാണാൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ഫോണിലും പല ഫോണിലും പല ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ ഷെയ്ഡ് കാർഡുകളുണ്ട്. അതായത് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഇവർ വർഷാവർഷം അപ്ഡേറ്റ് ചെയ്യുന്ന ഇത്തരം കാറ്റലോഗുകളുണ്ട്. അത് പെയിൻറ്റിലായിക്കോട്ടെ ലാമിനേറ്റ്സിലായിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ക്ലയൻസിനൊക്കെ നമ്മളിത് കൊണ്ട് കാണിച്ചിട്ട് അവരെടുത്ത് കറക്റ്റ് ചെയ്ത് ടച്ച് ചെയ്തിട്ടാണ് ഇത് ലാസ്റ്റ് കളർ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊരു അപ്ഡേഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് ഇവർ കൊണ്ടുവന്ന ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഒന്നും മറൈനല്ല. മറൈൻ എന്ന് പറഞ്ഞാൽ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നമ്മൾ ഈ പറഞ്ഞ ലാമിനേറ്റഡും അതെ, അല്ലാതെ അതിൻ്റെ റോ ഫിനിഷും ഒരിക്കലും ഫാബുഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് അവർ ശരിക്കും ഇവരുടെ ഏറ്റവും വിപ്ലവകരമായ പ്രൊഡക്റ്റ് മറൈൻ വുഡ് ഇവർ കൊണ്ടുവന്നത്. മറൈൻ വുഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, മറൈൻ ബോർഡ് എന്നാണ് പറയുന്നത്. സെയിം സാധനം തന്നെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രീ ലാമിനേറ്റഡ് ബോർഡുകളാണ്. അല്ല, പ്രീ ലാമിനേറ്റഡ് അല്ലാത്തതും ഉണ്ട്, പ്രീ അല്ല ലാമിനേറ്റഡ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് വരുന്നത് അത് ഇത് തന്നെ ചിപ്പ് ബോർഡ് തന്നെ. അതിൽ വന്നിരിക്കുന്നത് പശ മാറ്റി. ഇതിലെല്ലാത്തിലും ആക്ച്വലി ഉപയോഗിക്കുന്ന പശയുടെ അനുസരിച്ചിട്ടാണ് മറൈൻ ആക്കുന്നതും. അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ പശ ഫിനൈൽ ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ പശ 0.6 കോൺസെൻട്രേഷനിൽ കൊണ്ടുപോയിട്ട് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റാണിത്. ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്, ഇതൊക്കെ എമിഷനുള്ള പ്രൊഡക്റ്റാണ്. അതായത് ബോർഡുകൾ ഏതും എടുത്തോ, എല്ലാ ബോർഡുകളും E1 E2 എമിഷനുള്ള ബോർഡുകളായിരിക്കും. ഏത് ബോർഡുകൾ എടുത്തോ E1 എമിഷൻ ഇല്ലാത്ത ബോർഡുകൾ നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോഴും നമുക്ക് അവൈലബിളുള്ള മറൈൻ പ്ലൈവുഡ് ബോർഡുകളുണ്ടല്ലോ, അതുപോലെ E0 എമിഷൻ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. E0 എമിഷൻ എന്ന് പറഞ്ഞാൽ എമിഷൻ ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എമിഷൻ ഇല്ല എന്നല്ല, ആസ് പെർ സ്പെസിഫിക്കേഷൻ എമിഷൻ ഇല്ല. ഓക്കെ, അതില്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ കുടിക്കുന്ന വിഷമാണ്, കുടിക്കുന്ന വിഷത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഈ ബോർഡിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന മറൈൻ പശയുടെ ഇതനുസരിച്ചിട്ടാണ് ഇത് മറൈൻ ആക്കുക. 12 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിന്. ആ ചെറിയ കാര്യമല്ല, 12 വർഷം വാറണ്ടി എന്തിനു കൊടുക്കുന്നുണ്ട്, ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലാമിനേറ്റഡ് ബോർഡ് 115 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. ലാമിനേറ്റഡ് അല്ലാത്ത ബോർഡിന് 90 രൂപ 92 രൂപ മറ്റേ വിലയുള്ളൂ. ഏത് റോ ബോർഡ് മറൈൻ ബോർഡാണ്. അവരുടെ പരസ്യം അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ്. 2 പേര് ഇത് തലേ ചുമന്നുകൊണ്ട് മഴയത്തൂടെ പോകുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരസ്യമായിട്ട് തോന്നി. കാര്യം അതിലും വലിയ അപ്പീലില്ല. മഴയത്ത് തല വെച്ചിട്ട് 2 പേരും പോവാണ്, ഇതൊന്നും പിടിച്ച് നടന്നുകൊണ്ട്. പക്ഷേ മറൈൻ ബോർഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ താഴ്വശത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോർഡാണ്. ലാമിനേറ്റ് വരും, പക്ഷേ അത് ലാമിനേറ്റഡ് ബോർഡ് പറഞ്ഞല്ലോ, അത് പേപ്പറാണ്, നോർമലുള്ള പൈക്ക ലാമിനേറ്റ്. നിലവിൽ ഈ ഇത്തരം കടലോര പ്രദേശങ്ങളിൽ ഇത്തരം ബോർഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ആക്ച്വലി നമുക്ക് ഈ പ്ലൈവുഡ് പോലത്തെ ഏത് ബോർഡും ആയിക്കോട്ടെ, കടലോര പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ, അതായത് അമ്മളത്വം ഇതിനൊരു പ്രശ്നമല്ല, വാട്ടർ മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ വെള്ളമുള്ള ഏരിയയിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൂ. നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആർക്കിഫൈഡ് ഇന്റീരിയേഴ്സിന്റെ ഇതിൽ നമ്മളൊരു സൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? കരുനാഗപ്പള്ളി. നമ്മുടെ കടൽ തീരത്താണ്. നമ്മുടെ അമൃതാനന്ദ ആശ്രമമൊക്കെ ഇല്ലേ, തൊട്ട് ചേർന്നിട്ടാണ്. ഒരു രക്ഷയില്ലാത്തൊരു സൈറ്റാണ്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അതെ, ഭയങ്കര വ്യൂ, നല്ല രസമുണ്ട്. അപ്പം പുള്ളി അവിടെ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞത് ഹോസ്പിറ്റലാണ്, അമൃത ഹോസ്പിറ്റൽ അല്ലേ? ഹോസ്പിറ്റലല്ല, അമൃതയുടെ ക്യാമ്പസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിലവിൽ അവിടെ പോയി സൈറ്റെല്ലാം കണ്ടു. അപ്പോൾ പുള്ളി അലുമിനിയം വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കടൽ തീരം ആയതുകൊണ്ട് തന്നെ മറൈൻ പ്ലൈവുഡൊക്കെ യൂസ് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് തർക്കിച്ചു. ഞങ്ങൾ ചേട്ടാ അങ്ങനെ ഇല്ല, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇല്ല, അതൊരു എന്താ പറയുക, അതെനിക്ക് തോന്നുന്നു ഈ എല്ലാ ആൾക്കാരും എല്ലാ പ്രൊഡക്റ്റും ചെയ്യില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കും. മറൈൻ പ്ലൈവുഡ് ആയിക്കോട്ടെ, HDF MDF ആയിക്കോട്ടെ, അത് വെറ്റ് ഏരിയാസിൽ ഓപ്പണായിട്ട് യൂസ് ചെയ്യരുതെന്നേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള പ്രൊഡക്റ്റേ അല്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇത് നമ്മുടെ മറൈനോട് ഒരു പ്രൊമോഷനും അല്ല. നമുക്കങ്ങനെ പുതിയ പ്രൊഡക്റ്റുകൾ വന്നപ്പോഴത്തേക്ക് എടുത്ത് പറഞ്ഞൊരു സാധനമാണ്. അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഇവിടെ വരലുണ്ട്. ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫാക്ടറിയിൽ കൊണ്ടുപോയി പ്രസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെ ഒഴിവാക്കി കിട്ടും അല്ലേ? ഒഴിവാക്കി കിട്ടും, പക്ഷേ ബാക്കിയെല്ലാം ചെയ്യേണ്ടി വരും. ഇതിലിപ്പോൾ ബോർഡുകൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ബോർഡുകൾ വരുന്നുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് വന്ന പാസ്സാവാൻ കിടക്കുന്ന ഒരു ബോർഡ്, മറൈനായിട്ട് ഒരു ബന്ധവുമില്ല, ഈ ഇടയ്ക്ക് വന്ന ബോർഡാണ്. അത് നല്ല ബോർഡാണ്. അത് അതിനവർ പേരിട്ടിരിക്കുന്നത് ക്രാഷ് ബോർഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിലുപയോഗിക്കുന്ന സാധനം ക്രാപ്പില്ലേ, ക്രോപ്പ് ഐ മീൻ നെല്ല് വിളവെടുക്കത്തില്ലേ, അതിൻ്റെ ഉമിയാണ് അതിൻ്റെ മെറ്റീരിയൽ, ഉമിയാണ് അതിൻ്റെ പ്രോഡക്റ്റ്. അതിൻ്റെ ഏറ്റവും ഞാൻ കണ്ട വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിൽ ഫിനൈൽ ഫൊമാൽഡിഹൈഡ് ഇല്ല.
ഓ അപ്പോൾ പിന്നെ അതെന്ത് വെച്ചിട്ടാണ് അത് സിലിക്കണാണ് അവർ വില്ല് ചെയ്യുന്നത് പോലും. ഫിനൈൽ ഫോമാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിന് എമിഷൻ ഇല്ലായിരുന്നു. അതിൻ്റെ E0 എമിഷൻ, ഞാൻ ഇച്ചിരി മുന്നേ E0 എമിഷൻ പറഞ്ഞില്ലേ, ലിറ്ററലി അതൊരു ടോക്സിക് സബ്സ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. അത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ബെടാ സാധനമായിരിക്കും ആയിട്ട്. പക്ഷേ അജയ് ഞാൻ ചോദിക്കുന്നത് ബോണ്ടിങ് അങ്ങനെ വരുമോ? എന്ത് കെമിക്കലാണ്? സിലിക്കണല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ അതല്ലേ ക്രോപ്പാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ബോണ്ടിങ് സിലിക്കൺ വെച്ച് ബോണ്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. സിലിക്കൺ ഈ പറഞ്ഞാൽ ഫോമാൽഡിഹൈഡ് എമിഷൻ്റെ അത്രയും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല. സോ അതിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ എമിഷൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ 10 കുറവായിരിക്കും. അത്രയ്ക്ക് കുറവ് എമിഷനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. പക്ഷേ അതിൻ്റെ ഡെൻസിറ്റിയൊക്കെ മാരക സാധനമാണ്, വൺ ഡെൻസിറ്റി. WPCയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. പക്ഷേ WPCയിൽ ആരും ഉമി അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യലില്ല. ഉപയോഗിക്കുന്നത് മറ്റേ നമ്മുടെ കാൽസ്യം ഫോസ്ഫേറ്റ് അടിച്ചിട്ട് കയറ്റി വിടുകയല്ലേ ചെയ്യുന്നത്, കട്ടി കൂട്ടാനായിട്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി. പിന്നെ പ്രതലമൊക്കെ നല്ല ഇതായിട്ടുള്ള, അതായത് നമ്മുടെ നോർമലി പക്ക കാലിബ്രേറ്റഡ് ആയിട്ടുള്ള സർഫസാണ്. വന്നു കഴിഞ്ഞാൽ ഒരു കിടക്കുന്ന സാധനമായിരിക്കും. WPCക്ക് ഒരു വൻ റീപ്ലേസ്മെൻ്റ് ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഇവിടെ വെളിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് അല്ല, ഗുജറാത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്. ഒരു 100, 120, 130 രൂപയ്ക്കൊക്കെ ഒരു പക്ഷേ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിലോട്ട് വരാൻ സാധ്യതയുണ്ട്. കൊണ്ടുവരുന്നതിന് എത്ര രൂപ കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ആ റേറ്റിന് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ക ഒരു ബെസ്റ്റ്, അതിനേക്കാളും കിടിലൻ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. ഞാൻ ഈ കൂട്ടത്തിലങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പം നിലവിൽ ഈ പല ആൾക്കാർക്കും ഇതിനകത്തൊക്കെ ഇതിലൊക്കെ വരുന്ന അത്ര അപ്ഡേഷനുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും പലപ്പോഴും ഇൻറ്റീരിയറൊക്കെ പല ഫേമുകളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേ വെച്ച് ചെയ്യുന്നത് പോലെ ഇനി കസ്റ്റമർ അത് വേണ്ട, മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചേഞ്ചസ് വരുന്നത്. എന്നാലും മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചിട്ടുള്ള ചെറിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പഴയതുപോലെ കമൻറ്റുകളൊന്നും അങ്ങനെ വരുന്നില്ല, എന്നിട്ടാണ് നമുക്കതൊന്ന് റിയാക്ട് ചെയ്യാൻ. തിരിച്ചു പറയും, പഴയ പോലെ നിങ്ങളങ്ങനെ വിടുകയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളെന്നോട്. ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.